കുറ്റ്യാടി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശം സംഭവിച്ച കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ചുഴലിക്കാറ്റിൽ കൃഷി പൂർണ്ണമായും തകർന്ന കാവിലുംപാറയിലെ കർഷകർക്ക് ആശ്വാസമായ അടിയന്തര പ്രഖ്യാപനങ്ങൾ. നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ കർഷകർക്ക് 10 ദിവസം കൂടി അനുവദിച്ചതായും നഷ്ടപ്പെട്ട വിളകൾ സൗജന്യമായി റീപ്ലാന്റ് ചെയ്യുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി ടി സിദ്ദിഖ്. വേനൽ മഴയ്ക്കും ചുഴലിക്കാറ്റിനും പിന്നാലെ കാവിലുംപാറയിൽ ദുരിതത്തിലായ കർഷകർക്ക് താങ്ങാൻ അടിയന്തര നടപടികളുമായി കൃഷിവകുപ്പ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൃഷിയെ മാത്രം ആശ്രയിച്ച നാണ്യവിള കർഷകരുടെ ഭാവി കരുതലാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. ഗ്രാമ്പൂ കർഷകർക്കടക്കം വൻ തുകയാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഉദ്യോഗസ്ഥരെ ഇതിനകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാശത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് വിവരങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി 10 ദിവസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റും പ്രകൃതിക്ഷോഭത്തിലും വലിയ രീതിയിലുള്ള കൃഷിനാശവും പ്രയാസങ്ങളും കർഷകർക്ക് നേരിട്ടത് നിവേദനമായും ഫോൺ മുഖാന്തരവും വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാശനഷ്ടമുണ്ടായിട്ടുള്ള സ്ഥലം സന്ദർശിക്കുകയും കർഷകരെ നേരിട്ട് അവരുടെ പരാതികൾ കേൾക്കുകയും അതിനുശേഷം ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം ചേരുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത്. പ്രിയപ്പെട്ട MLA ശ്രീ KM അഭിജിത്ത്, അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ വിവിധ ജനപ്രതിനിധികൾ, വിവിധ കർഷക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി എല്ലാവരുടെയും സാന്നിധ്യം ഇന്നത്തെ യോഗത്തിന് കർഷകരോടൊപ്പം ഉണ്ടായിരുന്നു. ഒന്ന്, ഇവിടെ കണക്ടിവിറ്റി പ്രശ്നം സീരിയസ് ആയി നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് രജിസ്ട്രേഷൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ളതായിരിക്കുന്ന സമയപരിധി നീട്ടണം എന്നുള്ള കർഷകരുടെ ആവശ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ദിവസം കൂടെ നീട്ടാനുള്ള നടപടി സ്വീകരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ക്ലോവ്, ഗ്രാമ്പു അത് നമ്മുടെ ഇൻഷുറൻസ് പരിധിയിലേക്ക്, കോമ്പൻസേഷൻ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ, ഫസൽ ഭീമ യോജന ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നോട്ടിഫിക്കേഷൻ നടപടികളിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് കടക്കും. സൈക്ലോണിൻ്റെ പശ്ചാത്തലത്തിൽ 2021 മുതലുള്ള കേരളത്തിൽ വിവിധ മേഖലകളിൽ SDRFൻ്റെ ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഇതുവരെ കൊടുക്കാത്തതായ പ്രശ്നം വളരെ സീരിയസ് ആണ്. അപ്പോൾ അതിൽ ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. കേരളം മുഴുവനുള്ളതായിരിക്കുന്നൊരു പ്രശ്നമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സന്ദർഭത്തിൽ കർഷകരുടെ ഇത്രയും ഗൗരവമായിട്ടുള്ള പ്രശ്നത്തിൽ വന്നിട്ടുള്ള ആ ഗ്യാപ്പ് അത് നികത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആവിഷ്കരിക്കും. പിന്നെ മറ്റൊന്ന്, നാച്ചുറൽ നാദാപുരം MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു.